നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂരിൽ വീടിനു മുകളിൽ മരം വീണ യുവാവിന് ദാരുണാന്ത്യം. ചന്ദ്രാപിന്നിയിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയുടെ സ്വർണമാല കവർന്നു. വിജയപെരുമ ഈ വർഷവും നിലനിർത്തിയ കഴിമ്പ്രം വിദ്യാലയത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആദരവ്. വാർത്തകൾ തുടരുന്നു. ശക്തമായ കാറ്റിൽ മരമൊടിഞ്ഞു വീണ യുവാവിന് ദാരുണാന്ത്യം. മണലൂർ 2-ാം വാർഡിലെ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വീടുപണിയുടെ ഭാഗമായി വീടിനോട് ചേർന്ന് കെട്ടിയ ഓലഷെഡിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു വിഷ്ണു. രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ പറമ്പിലുണ്ടായിരുന്ന മരം ഷെഡിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. രാവിലെയാണ് വിഷ്ണുവിനെ മരത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുധർമ്മൻ ചിരുകണ്ടത്ത്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ചന്ദ്രാപിന്നി സെന്ററിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയെ പിന്തുടർന്നെത്തിയയാൾ വ്യാപാരിയുടെ സ്വർണമാല കവർന്നു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ചന്ദ്രാപിന്നി സെന്ററിലാണ് സംഭവം. സെന്ററിൽ കോലാന്ധ്ര സ്റ്റോഴ്സ് നടത്തുന്ന ചന്ദ്രാപിന്നി സ്വദേശി കോലാന്ധ്ര മനോഹരന്റെ 2.5 പവന്റെ സ്വർണമാലയാണ് കവർന്നത്. കടയടച്ച ശേഷം ദേശീയപാതയോരത്തുള്ള LP സ്കൂളിന് എതിർവശത്തുള്ള ചെറിയ റോഡിലൂടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നുവരുകയാണ് പിന്നിലൂടെ എത്തിയ ആൾ മാല പൊട്ടിച്ച് ഓടിയതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുമ്പോൾ വരുമ്പോഴത്തെ സ്കൂളിൻ്റെ പടിഞ്ഞാട്ടുള്ള റോട്ടിൽ കൂടെ വീട്ടിലേക്ക് തിരിയുമ്പോൾ എൻ്റെ കഴുത്തിൽ വന്നിട്ട് 2 കഴുത്തിലും പിടിച്ച് മാല പൊട്ടിക്കുന്നു. അറിയില്ല ഇങ്ങനെ ഒക്കെ ഞാൻ തിരിഞ്ഞു കഴിയുന്നു. അത് അറിഞ്ഞ പൊട്ടിക്കല് കഴിഞ്ഞു പോയി ഇതെല്ലാം പോയി. ഞാൻ പിന്നാലെ ഓടി. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. NES കോളേജിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം വൃക്ഷത്തൈ നട്ടുകൊണ്ട് നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി, NES കോളേജ് പ്രിൻസിപ്പൽ NC അനിജ, NES വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, അധ്യാപകരായ ശശിധരൻ V, ലതിമോൾ MV, സ്മിത NR, സജിത NV, രൂപ MV, അങ്കിത TS, ദീപ MV, ലിജിന ജെയിൻ, ഹന്ന അമൽ എന്നിവർ സംസാരിച്ചു. ആവാസ കേന്ദ്രങ്ങളിലും നമ്മളൊരു മുന്നൊരുക്കം ഉണ്ടാക്കണം. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളെയും മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മരം ഒരു വരമാണ് എന്ന് പറയുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞൊരു സമൂഹമാണ്, ഒരു പുത്തൻ തലമുറയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ. നാളത്തെ നല്ലൊരു തലമുറകൾ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ അവരായിരിക്കണം. ഇന്ന് നട്ട ഈ ചെടി, പ്രത്യേകിച്ച് റംബൂട്ടാനാണെന്ന് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൽ കായ്ക്കുന്ന ഫലം പക്ഷിമൃഗാദികൾക്കും എല്ലാവർക്കും നമുക്കും കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇതിനെ പരിചരിക്കണം. അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാൻ ഒരു തലമുറ നമുക്കുണ്ടാവണം എന്ന് ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു. തൃപ്രയാർ AUP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്രാഞ്ച് പ്രസിഡന്റുമായ P. വിനു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക സിന്ധു KS, ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ, പ്രേമലാൽ PR, ജോയിന്റ് കൺവീനർ സുവിത് കുന്തറ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിൽഷ NB, പൊന്നൻ തൃപ്രയാർ, MS സജീഷ്, ഡ്രൈവർ ഷുബിൻ VC, വോളണ്ടിയർ ആദിൽ അഭയ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീനാഥ് വിജയൻ, ടീച്ചർമാരായ പ്രിയ MS, ഷഫീദ CS, രാധിക P, അപർണ P, വിസ്മയ M, സിനി VM, സായുജ്യ, എക്കോ ക്ലബ് കോർഡിനേറ്റർ EV ശ്രീലത എന്നിവർ സംസാരിച്ചു. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. വലപ്പാട് കാർഷിക ഓഫീസർ ലക്ഷ്മി K. മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപിക ലതിക, അധ്യാപിക വിനീത PK,
വിദ്യാർത്ഥിനി ജാൻവിയ റോസ് CJ എന്നിവർ സംസാരിച്ചു. പ്രകൃതി സ്നേഹിയായ സുഗതകുമാരി ടീച്ചറെ അനുസ്മരിച്ചുകൊണ്ട് ടീച്ചറുടെ പാഠഭാഗത്തെ ആസ്പദമാക്കി 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പൂവിളി പുഷ്പോത്സവം സംഘടിപ്പിച്ചു. കാർഷിക ഓഫീസർ സ്കൂളിന് വൃക്ഷത്തൈകൾ കൈമാറി. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം ആചരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഫലവൃക്ഷം നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷയായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി അനുസരിച്ച് വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുന്നതിനായി വിദ്യാലയത്തിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തു. നാട്ടിക കൃഷി ഓഫീസർ ശുഭ NV മുഖ്യാതിഥിയായിരുന്നു. 10ാം വാർഡ് മെമ്പർ KV പവിത്രൻ, 1ാം വാർഡ് മെമ്പർ സനിരാജു, 8ാം വാർഡ് മെമ്പർ നിഷ ഉണ്ണികൃഷ്ണൻ, 9ാം വാർഡ് മെമ്പർ അംബിക ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിക്കൈകളുടെ കയ്യൊപ്പ് എന്ന പേരിൽ എല്ലാ കുട്ടികളുടെയും കൈവിരലുകളിൽ മഷി പുരട്ടിക്കൊണ്ട് മരം വരയ്ക്കുകയും ചെയ്തു. കൂടാതെ പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയും നടത്തി. SMC കൺവീനർ P. പ്രേംചന്ദ്, പ്രധാനാധ്യാപകൻ KS സനീഷ്, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ VS കാവ്യ എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് വാർഡ് 10 വർഷങ്ങളായി നേരിടുന്ന വെള്ളക്കെട്ട്, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ ദയനീയാവസ്ഥ, കുടിവെള്ള വിതരണത്തിലുള്ള അപാകത എന്നിവയ്ക്കെതിരെ BJP 10ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. 16ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പാർലമെന്ററി കാര്യസമിതി അംഗവുമായ ആനന്ദൻ പോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അനിയൻ കൊട്ടുക്കൽ അധ്യക്ഷനായി. രഘുലാൽ വടക്കുംചേരി, മണ്ഡലം സെക്രട്ടറി ഷൈജു കോട്ടുക്കൽ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, എടമുട്ടം ഏരിയ സെക്രട്ടറി സുരേഷ് KK, കർഷക മോർച്ച പ്രസിഡന്റ് സുനിൽ തെവളപ്പിൽ, മിനി അനിയൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manopuram Geeta Ravi Public School. The joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. KSKTU നാട്ടിക ഏരിയ കമ്മിറ്റി KS ശങ്കരൻ രണ്ടാം ചരമദിനം വാടാനപ്പള്ളിയിൽ ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചന രാജു അധ്യക്ഷത വഹിച്ചു. KC സുധ, PK പ്രേംരാജ്, KK അനിൽകുമാർ, CV ജയൻ, സുരേഷ് എന്നിവർ പങ്കെടുത്തു. CPM നേതാവും മുൻ എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന VK കുമാരന്റെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രഭാഷകൻ K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, മഞ്ജുള അരുണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, AV സതീഷ്, ഷീന വിശ്വൻ, TN അജയകുമാർ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ നന്നായി ഞങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അനുസ്മരിക്കുക എന്നുള്ളത് വലിയ കൊല്ലപ്പാതയാണ്. നല്ലൊരു ബോധ്യം ഉണ്ടെങ്കിൽ അതിന് മെനക്കെടാവുന്നത്, എന്നിട്ട് പോയിക്കൂടാ. ഈ ഒരു ഉറപ്പ് കൊടുക്കണം. VK കുമാരനെ പോലെയുള്ള ഈ പ്രദേശത്ത് പാർട്ടി കെട്ടിപ്പടുത്തൊരു മനുഷ്യന് വാക്ക് കൊടുക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങൾ എന്ന ബോധ്യം വേണം. ഞാൻ അതിന് വന്നയാളാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞ് ഇവിടെ പറയാമെന്ന് ഒരാളുമല്ല. ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് അറിയില്ല. ഞാനൊരു 100 കിലോമീറ്റർ ദൂരം ഓടി വന്നത് എൻ്റെ അച്ഛനെ പോലെ. എൻ്റെ അച്ഛൻ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കുകയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ സേവാ കേന്ദ്രവും BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയും. നടുവിൽക്കര പൗർണമി ഉന്നതിയിൽ താമസിക്കുന്ന പച്ചാമ്പുള്ളി സുകുമാരനും ഭാര്യയ്ക്കും നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഖണ്ഡ് സംഘചാലക് ദിവാകരൻ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, പഞ്ചായത്ത് ഭാരവാഹികളായ ദിവിൻ ദാസ്, സതീഷ് KV, ലീന, അംബിക സുകുമാരൻ, പഞ്ചായത്ത് മെമ്പറും BJP മണ്ഡലം പ്രസിഡന്റുമായ ധനേഷ് KS, പഞ്ചായത്ത് മെമ്പർമാരായ ലതിക വത്സൻ, ശ്രുതി അജിത്, ഷാലി സുധീർ, ഷീന സുബ്രഹ്മണ്യൻ, ശ്രീജ സുജിത്, ആശ്രയ സേവാ കേന്ദ്രം പ്രവർത്തകരായ സതീഷ് CP, അഖിൽദാസ്, ശരൺ AV, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് പണ്ടാരൻ എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് ശിവനങ്ങാടി മാമ്പുള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കലാസന്ധ്യ സംഘടിപ്പിച്ചു. 30 വർഷമായി ക്ഷേത്രത്തിലെ മേളപ്രമാണ്യം വഹിക്കുന്ന ചെറുശ്ശേരി കുട്ടന്മാരാരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ദേശത്തെ കുട്ടികളുടെ വിവിധ നൃത്തങ്ങൾ, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, ഗാനാലാപനം എന്നിവ അരങ്ങേറി. പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെയുത്തരം സ്പഷ്ടം വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനായ ശ്രീചന്ദ്ര നിർമ്മിച്ച മിനിയേച്ചർ ഫോറസ്റ്റ് ഹെഡ്മിസ്ട്രസ്
സീജ ജോസഫിന് കൈമാറി. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അമ്മയുടെ സഹായത്തിലാണ് ശ്രീചന്ദ്ര മിനിയേച്ചർ ഫോറസ്റ്റിന്റെ മാതൃക ഒരുക്കിയത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രചോദനമേകുന്ന ഈ പ്രവർത്തനത്തെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രശംസിച്ചു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. മണലൂർ കൃഷിഭവൻ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സുധർമ്മൻ ചിരുകണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സി സാനി തെരേസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അനു ടീച്ചർ, PTA പ്രസിഡന്റ് സിജോ മാത്യു, റിട്ടയേർഡ് അധ്യാപിക LC ടീച്ചർ എന്നിവർ സംസാരിച്ചു. മഴക്കാലം, അതിയില്ലാത്ത തണുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇനി നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും ലോകാവസാനം 2000 വരും, 2010 വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ഒരു ലോകാവസാനം ഉണ്ടാവുമോ എന്നും കൂടിയൊക്കെ സംശയിക്കുകയുണ്ട്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ ഹനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സുജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജീന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS ധനീഷ്, നൌഫൽ വലിയകത്ത്, ഷാജു പണിക്കവീട്ടിൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ വസന്ത മണി, തൃത്തല്ലൂർ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സുജ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. KSSPU ജില്ലാ പ്രസിഡന്റ് ദശരഥൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് റീത്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈ നടീലും 60ഓളം വരുന്ന ഫലവൃക്ഷങ്ങൾക്ക് നെയിം ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിഷ സോമൻ കളത്തിൽ, പ്രേമലത ടീച്ചർ, ബ്ലോക്ക് സെക്രട്ടറി ജയാനന്ദൻ, ട്രഷറർ NAP സുരേഷ്, വത്സ അജിതകുമാർ, PK മുരളീധരൻ, രമേശൻ മാസ്റ്റർ, സുദർശനൻ, യൂണിറ്റ് സെക്രട്ടറി KS അജിതകുമാർ, അജിത ടീച്ചർ, യൂണിറ്റ് ട്രഷറർ MD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ദൈവത്തിന്റെ നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. ഇപ്പോ ദൈവത്തിന്റെ നാട് വളരെ അകലെയാണ്. ദൈവത്തിന്റെ നാട് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പഴയ കാലഘട്ടത്തിൽ തോടുകളും കുന്നുകളും മലകളും ഒക്കെ നിബിഡമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കേരളം, അല്ലെ? അതുപോലെ ഉണ്ടായിരുന്നു, പുഴയുണ്ട്, കടലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് ചേറ്റുവ തീരദേശ റോഡിന് സമീപം വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാനാവാതെ കുട്ടികളടങ്ങുന്ന കുടുംബം. അറയ്ക്കൽ കുറുപ്പത്ത് ബീരാവുവിന്റെ ഭാര്യ പാത്തുട്ടിയുടെ വീടാണ് വെള്ളക്കെട്ടിലായത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിനായി കുളം പോലെ വലിയ കുഴി രീതിയിലുള്ള കുഴിയുണ്ടാക്കി ചേറ്റുവ പുഴയിൽ നിന്നും ഡ്രഡ്ജിംഗ് നടത്തി മണൽ ശേഖരിച്ചിരുന്നത് സമീപത്തെ പറമ്പിലാണ്. ഇതുമൂലം സമീപത്തെ പറമ്പ് ഉയർത്തുകയും സമീപത്തെ പറമ്പിൽ നിന്നും വെള്ളം മുഴുവൻ താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുക്കിയതിനെ തുടർന്ന് മൂലമാണ് വീടിന് സമീപം വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണമായത്. ദേശീയപാത കരാർ കമ്പനി നിരുത്തരവാദിത്തമായ പെരുമാറ്റം കൊണ്ടാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണമായത് എന്ന ആരോപണമുണ്ട്. ഡ്രഡ്ജിംഗ് മണൽ ശേഖരിക്കാൻ വാടകയ്ക്ക് നൽകിയ ഭൂമികളെല്ലാം കൺസ്ട്രക്ഷൻ കമ്പനി മണലിട്ട് ഉയർത്തിക്കൊടുത്തത് മൂലം സമീപ പ്രദേശത്തെല്ലാം വെള്ളക്കെട്ടുണ്ട്. എല്ലാ വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് വീട്ടുകാർ പറഞ്ഞു. വേണ്ടപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് വേണ്ട പരിഹാരം ഉടനെ കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി മേഖലാ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും പ്ലസ് 2 VHS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ വിശ്വപ്രകൃതി മിനി ഹാളിൽ നടത്തിയ ചടങ്ങ് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആഗോളതാപനം മരമാണ് മറുപടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് വൃക്ഷത്തൈ നടിയിൽ നിർവഹിച്ചു. നന്ദകുമാർ ഈത്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്ലസ് 2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കളരിപ്പയറ്റ് വടിവീശൽ ഇനത്തിൽ ഓൾ ഇന്ത്യ ലെവൽ റെക്കോർഡ് കരസ്ഥമാക്കിയ ഷമീർ ഗുരുക്കളെ ചടങ്ങിൽ ആദരിച്ചു. MV അനിൽകുമാർ, ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ ആന്തുപറമ്പിൽ, മണ്ഡലം കമ്മിറ്റി അംഗം CB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മഴയെ ആസ്പദമാക്കി ചിത്രരചനാ മത്സരം, മഴപ്പാട്ട് മത്സരം, കവിതാലാപനം എന്നിവയും ഉണ്ടായിരുന്നു. രമ്യ അനിൽകുമാർ, ദീപ്തി അനിത് കുമാർ, ദിനേശൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക നിഷ ടീച്ചർ ഔഷധ വൃക്ഷത്തൈകളുടെ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിമജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃപ്രയാർ മേഖലാ സെക്രട്ടറി CS സജീഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്രിൻസിപ്പൽ സുരേഷ് മാഷ്, സ്കൂൾ മാനേജർ സന്ദീപ്, ഷിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ശ്രീകുമാർ, ഷൈൻ, അധ്യാപകർ, സ്കൂൾ സ്റ്റാഫുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. ചൂട് ശരാശരി ഭൂമിയുടെ ചൂട് എന്ന് പറയുന്നത് 15.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഏകദേശം ഒരു 18 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി കഴിഞ്ഞു, ഭൂമി പൂർണ്ണമായിട്ടും വെള്ളത്തിലാവും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ചൂട് വർദ്ധിക്കുമ്പോൾ, ഈ ആഗോള താപനം വർദ്ധിക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോവല്ല ചെയ്യുക, വെള്ളത്തിൽ മുങ്ങി പോവുക ചെയ്യുക. ഈ ആഗോള താപനം വർദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആഗോള താപനം കൂടുമ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങൾ കരിഞ്ഞു പോവുകയല്ല ചെയ്യുക, ജീവജാലങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ പോവുക ചെയ്യുക. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഒരു വലിയ ഭാഗം മഞ്ഞുമലകളാണ്, അല്ലേ? പർവ്വത നിരകളിലൊക്കെ തന്നെ മഞ്ഞുമലകളാണ്.
100% വിജയപ്പെരുമ ഈ വർഷവും നിലനിർത്തിയ കഴിമ്പ്രം വിദ്യാലയത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആദരവ്. പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിലെത്തിയ മന്ത്രിയെ സ്കൂൾ പ്രിൻസിപ്പൽ ഒ ബീന ടീച്ചർ, സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 100%ന്റെ മികവിനെക്കുറിച്ചും ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികളോട് സംസാരിച്ചു. തുടർന്ന് ഹെഡ്മാസ്റ്റർ CS ദിലീപ് കുമാറിനെ മന്ത്രി പൊന്നാട അണിയിക്കുകയും സ്കൂളിന് ട്രോഫി നൽകുകയും ചെയ്തു. സ്കൂളിന്റെ സ്നേഹോപഹാരം പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, PTA പ്രസിഡന്റ്, സ്കൂൾ മാനേജർ എന്നിവരിൽ നിന്ന് സുരേഷ് ഗോപി ഏറ്റുവാങ്ങി. സ്കൂൾ അങ്കണത്തിൽ ചന്ദനമരം നട്ടുകൊണ്ട് സ്കൂളിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം കുറിച്ചു. സ്കൂൾ NSS, NCC, റേഞ്ചേഴ്സ് ആൻഡ് റോവേഴ്സ് യൂണിറ്റുകൾ സംയുക്തമായി ആരംഭിച്ച സ്വാപ് സ്ക്വാഡ് സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. NSS യൂണിറ്റ് ലീഡർ അഭിനവ് നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ കാരിക്കേച്ചറിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തി അഭിനവിനെ അഭിനന്ദിച്ചു. PTA പ്രസിഡന്റ് VR ജിത്ത്, MPTA പ്രസിഡന്റ് അശ്വതി സഞ്ജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിൽ മാത്രം ഏതാണ്ട് 170 സ്കൂളുകൾക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അധ്യയനത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എത്രമാത്രം ലഭിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ കഴിവ്, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചു സ്കൂളിൽ ഈ ഖ്യാതി നേടിക്കൊടുത്തു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അതിലേക്ക് അവരെ നയിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇവിടുത്തെ ഈ അന്തരീക്ഷം വൃത്തിയായി സൂക്ഷിക്കുന്ന സ്പീക്കർമാരടക്കമുള്ള നിങ്ങളുടെ ആയമാർ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ശ്രദ്ധയോടെ നല്ല ശ്രദ്ധ ചെലുത്തി നിങ്ങളെ എല്ലാ മക്കളായിട്ട് വഴിതെളിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാ തിളക്കം നിങ്ങളുടെ ഈ പ്രകടനത്തിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ A+ അടക്കം ഉന്നത വിജയം നേടിയ നാട്ടിക പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനി CKG വൈദ്യർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാരങ്ങളുടെ വിതരണ ഉദ്ഘാടനം AICC സെക്രട്ടറിയും മുൻ MPയുമായ TN പ്രതാപൻ നിർവഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, CM നൌഷാദ്, K ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയപാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ സുബീല പ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, VD സന്ദീപ് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ 200ഓളം വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. നമുക്കൊരാൾക്ക് ഒരു കാര്യം ലഭിക്കുമ്പോൾ, ഒരു നേട്ടം ലഭിക്കുമ്പോൾ, വളർച്ചയുണ്ടാകുമ്പോൾ അതിൽ അസൂയയില്ലാതെ സന്തോഷിക്കാനുള്ള നാട്ടികക്കാരുടെ നന്മയുടെ മനസ്സുകൂടിയാണിത്. ഒന്ന് എല്ലാ മക്കളും രക്ഷിതാക്കളും കൂടി കൈയടിക്കുക. കേരള ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ രഘേഷ് ശർമ്മയെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, CM നൌഷാദ്, K ദിലീപ് കുമാർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, CS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘം മെമ്പർമാരുടെ മക്കൾക്ക് ചാവക്കാട് താലൂക്ക് വനിതാ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. ലോക പരിസ്ഥിതി ദിനത്തിൽ തളിക്കുളം വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സജു ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു വൃക്ഷത്തൈ വിതരണം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് ഹേമലത ദിലീപ് കുമാർ, സെക്രട്ടറി രശ്മി സുധീരൻ, ഭരണസമിതി അംഗങ്ങളായ ജാൻസി റാണി, ഷീജ രാമചന്ദ്രൻ, സവിത ശശി, സലീമ മധുസൂദനൻ, സീമ ആർമുഖൻ, ഗ്രാമപഞ്ചായത്ത് അംഗം VV ബാബു എന്നിവർ സംസാരിച്ചു. ജീവനക്കാരായ സിനി, നീതു, സന്ധ്യ, ഷീജു, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മക്കളെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ വിജയിച്ച കുട്ടികൾക്കുള്ള ഈ ആദരവ് അത് നിങ്ങൾക്കുള്ള കുട്ടികളോട് പറയാനുള്ള നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനവും ഒരു അംഗീകാരവും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ നേട്ടത്തിന് പിന്നിൽ നിങ്ങളുടെ കഷ്ടപ്പാടുണ്ട് എങ്കിലും ആ നേട്ടത്തിന് പിന്നിൽ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അറിവിന്റെ ഒക്കെ മൂല്യം മനസ്സിലാക്കി നന്നായി പഠിച്ച് നല്ല ഉയരങ്ങളിൽ ഇനി എത്തുക. നിങ്ങളുടെ ആ അറിവ് സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപയോഗപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ വാടാനപ്പള്ളി നടുവിൽക്കരയിലെ തെക്കൻ മേഖല. പ്രദേശം മുങ്ങിയതോടെ പ്രതിഷേധവുമായി വീട്ടമ്മമാർ രംഗത്തിറങ്ങിയതോടെ പഞ്ചായത്ത് ഇടപെട്ട് കാന കോരി. വെള്ളം ഒഴുകിപ്പോകാൻ കാനകൾ ഉണ്ടാക്കാതെ പുതിയ ദേശീയപാത നിർമ്മാണം നടത്തിയതാണ് മഴയിൽ കനത്ത വെള്ളക്കെട്ടിന് കാരണമായത്. പാടവും മുട്ടുകായലും തോടുകളും നികത്തിയാണ് പുതിയ 66 ദേശീയപാത നിർമ്മിച്ചത്. മഴയിൽ ഒഴുകി വരുന്ന വെള്ളം തോടുകൾ വഴി കനോലി പുഴയിലാണ് വന്നു ചേർന്നിരുന്നത്. തോടുകൾ അടച്ചതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ പ്രദേശം വെള്ളത്തിലാകാൻ കാരണമായത്. നടുവിൽക്കരയിലെയും ദേശീയപാതയോരത്തെയും 50-ലധികം വീടുകളാണ് വെള്ളത്തിലായത്. വീടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്ന അവസ്ഥയാണ്. ഈ ഭാഗത്തുള്ള പഞ്ചപടത്തിലെ എല്ലാ കൃഷിയും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നാട് ശരിക്കും നശിച്ച വെള്ളക്കെട്ടുണ്ട്. ഒന്നുമില്ല ഇവിടെ. ഈ നടുവിൽക്കര ഭാഗത്ത് ഒന്നുമില്ല, എല്ലാം നശിച്ചു. വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 2 പടിയും വെള്ളം കയറി അകത്തേക്ക്. ഇനി ഇതുപോലെ 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. പോവാൻ രാത്രി വയസ്സായൊരു ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട്, അവർക്ക് വരാൻ പറ്റില്ല. ഈ അരക്കപ്പാണ് വെള്ളത്തിലാണ് ഇപ്പോൾ പോണത്. ഈ ജാതിൽ വെള്ളം കറുത്ത വെള്ളമാണ് കയറി കിടക്കുന്നത്. ഒരു കുട്ടികൾക്ക് വയ്യാണ്ടായാലും ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ഒരു പാമ്പ് കടി ഉണ്ടായാൽ തന്നെ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ എല്ലാവരും കിടക്കണത്. ഇപ്പോൾ ഈ മഴ അങ്ങനെ തുടങ്ങിയിട്ടുള്ള തുടക്കം വെച്ചിട്ടുള്ള ഇനി 2-3 മഴയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളമായി. വെള്ളത്തിന് കറുത്ത നിറമാണ്. വെള്ളം ചവിട്ടുന്നതോടെ പലർക്കും ചൊറിച്ചിലാണ്. രോഗഭീഷണിയുമാണ്. ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട്. മഴ ഇനിയും കനത്താൽ നിരവധി വീടുകൾ വെള്ളത്തിലാകുമെന്ന അവസ്ഥയിലാണ്. വെള്ളം കയറി കുടുംബങ്ങൾ ദുരിതത്തിലായതോടെയാണ് വീട്ടമ്മമാരായ സിന്ധു, ശൈലജ, ഷീല, സീനത്ത്, കോമള എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വാർഡംഗം AS സുജിത്തും രംഗത്തിറങ്ങിയത്. വാർഡംഗം ഇടപെട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 JCB കൊണ്ടുവന്ന് കാന കോരുകയായിരുന്നു. വെള്ളം ഒഴുക്കിവിടാൻ 1 കിലോമീറ്ററോളം ദൂരത്തിൽ കാന കോരേണ്ട അവസ്ഥയാണ്. ദേശീയപാത നിർമ്മാണത്തിന് മുന്നോടിയായി ശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മിക്കാതിരുന്നതാണ് വെള്ളം ഒഴുകിപ്പോകാതെ കനത്ത വെള്ളക്കെട്ടിന് കാരണമെന്നും കഴിഞ്ഞ 3 വർഷമായി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിലൂടെ ഈ പണിതിട്ടുള്ള കാനയിലൂടെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തുമില്ല. ആ കാനയിൽ കെട്ടിക്കെടുക്കുള്ളൂ. ചില സ്വകാര്യ വ്യക്തികൾ വെള്ളം പോകാനുള്ള സാഹചര്യങ്ങൾ മണ്ണിട്ട് മൂടിയതുകൊണ്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. കാലങ്ങളായിട്ട് പറയാനാണ്. മിനിഞ്ഞാന്ന് വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് വൈകുന്നേരം തന്നെ ഈ മെമ്പറെ സാന്നിധ്യത്തിൽ വന്നു. ഇദ്ദേഹം കാലങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം മെനക്കെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പ്രകാരം ആൾ വന്ന് നോക്കുകയും അതിനുള്ള അടിയന്തര പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴുകി പോകാനുള്ള കാര്യങ്ങൾ അത് പ്രകാരം ഇപ്പോൾ പ്രൈവറ്റായിട്ട് സെപ്പറേറ്റ് ഒരു ഹിറ്റാച്ചി വിളിച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളതും ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇത് പെർമനൻറ്റ് സൊല്യൂഷനല്ല. ഒരു മഴ പെയ്യും, അപ്പോൾ നമ്മൾ ഹൈവേക്കര ഹിറ്റാച്ചി കൊണ്ടുവരും, മണ്ണ് കയറ്റിയിടും. ഒരു 2 ദിവസത്തെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് വീണ്ടും ഇറങ്ങിയിട്ട് ആ തോട്ടിലേക്ക് ഇറങ്ങി പോകുകയും വീണ്ടും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളത്. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയാനായിട്ട് ഇവിടെ ഈ മുട്ടുകായൽ മൂടിയ അത്രത്തോളം തന്നെ വലിയ കാന നിർമ്മിക്കാതെ വേറൊരു മാർഗവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, പഞ്ചായത്ത് അംഗം PK സുദർശൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. KD ഉല്ലാസ് രചിച്ച വാട്ടർ കളർ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ വെച്ച് നടന്നു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രൊഫസർ TR ഹാരിക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. കവി PN ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുധാംശു ഗ്രന്ഥപരിചയം നടത്തി. ഡോക്ടർ രേഖ മേനോൻ, M സ്വർണലത, ഇമ ബാബു, സുരേഷ് വടക്കൻ, KD ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഷാജി കാക്കശ്ശേരി പണിതൊരുക്കിയ ദാരുശില്പം നൽകി നമ്മുടെ വിദ്യാലയം സ്കൂൾ ഗ്രൂപ്പ് ഉല്ലാസിനെ അനുമോദിച്ചു. ഏതോ കഠിനമായ വെയിലിൽ പൊട്ടിയൊരു നിഴലായി ഇരുട്ട് എന്നൊരു കവിത കണ്ടതിൽ അതല്ലേ മരിച്ച അച്ഛൻ്റെ കൂടെ നടക്കുന്നത് അല്ലേ? ഇരുട്ടിലല്ലേ? ഒരുപാട് ഞാൻ ഒറ്റയിരിപ്പിൽ ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് വലിയ ആഹ്ലാദവും അഭിമാനവും തോന്നി. കൊണ്ടാടപ്പെടാതെ പോകുന്ന ഇങ്ങനെ ആയിരക്കണക്കിന് കവികളിലാണ് മലയാള കവിതയുടെ സൗഭാഗ്യം കൂടിക്കൊള്ളുന്നത്. കൊണ്ടാടപ്പെടുന്ന കവികളായ ഞങ്ങളൊക്കെ അതിലെ ഒരു അർത്ഥത്തിൽ വേറെ തലത്തിൽ കൊണ്ടാടപ്പെട്ടവരാണെങ്കിലും കൊണ്ടാടപ്പെട്ട വളരെ പ്രഗത്ഭരായ കവികൾ നമുക്ക് മുമ്പേ കടന്നുപോയി. അവരൊന്നും കാണാത്ത ദർശനങ്ങൾ ഉല്ലാസ് കേടിയെ പോലെയുള്ള കവികൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കവിക്ക് കവി തന്നെയാണ് വഴി, കവിക്ക് കവി തന്നെയാണ് പാഥേയം. ഒരു കവിയെയും മറ്റൊരാൾക്ക് രക്ഷിക്കാനും പറ്റില്ല. സ്വന്തം നിഴൽ താണ്ടി മുന്നോട്ട് പോകുന്ന ഒരു വലിയ പഥികനാവാൻ കവി വിധിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വെളിച്ചം നീ തന്നെയാണെന്ന് ബുദ്ധൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അത്രേ ആശംസിക്കാൻ പറ്റും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മണലൂരിൽ വീടിനു മുകളിൽ മരം വീണ യുവാവിന് ദാരുണാന്ത്യം. ചന്ദ്രപ്പിന്നിയിൽ കടയടച്ച് വീട്ടിൽ പോവുകയായിരുന്ന വ്യാപാരിയുടെ സ്വർണമാല കവർന്നു. വിജയപെരുമ ഈ വർഷവും നിലനിർത്തിയ കഴിമ്പ്രം വിദ്യാലയത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആദരവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.